നമ്മളൊക്കെ ദിവസവും എത്രയോ തവണ പറയുന്ന ഒരു വാക്കാണ് എന്റേത്, അല്ലേ? എന്റെ ഫോൺ, എന്റെ വീട്, എന്റെ പുസ്തകം, അങ്ങനെ പലതും. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ എന്തായിരിക്കും ഈ എന്റേത് എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം? വാ, നമുക്കൊന്ന് നോക്കാം. ദേ, ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, നിങ്ങളിരിക്കുന്ന ഈ മുറി, ചിലപ്പോൾ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ വണ്ടി, ഇതെല്ലാം നിങ്ങളുടേതാണ് എന്ന് നമ്മൾ പറയും. ശരിയാണ്. പക്ഷേ നിയമം ഇതിനെ എങ്ങനെയാ കാണുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഉടമസ്ഥത എന്ന ഒറ്റ വാക്കില്ലേ, അതിനകത്ത് എന്തൊക്കെ അവകാശങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്കായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉടമസ്ഥതയുടെ ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ഒരു വസ്തുവിൽ നിന്ന് മറ്റെല്ലാവരെയും അകറ്റി നിർത്താനുള്ള നിങ്ങളുടെ അവകാശം. നിയമം ഇതിനൊരു പ്രത്യേക പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് റൈറ്റ് ഇൻ റെം. നിയമപരമായിട്ട് പറഞ്ഞാൽ ഈ റൈറ്റ് ഇൻ റെം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്മേലുള്ള നിങ്ങളുടെ സമ്പൂർണമായ അവകാശമാണ്. ഇത് ലോകത്ത് വേറെ ആരു വന്നാലും അവർക്കെതിരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൈറ്റാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ വസ്തുവിൽ മറ്റാർക്കും ഒരു അവകാശവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒന്നാണിത്. ഇതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ചാലോ, നിങ്ങളുടെ വസ്തുക്കൾക്ക് ചുറ്റും ഒരു നിയമം കൊണ്ടുണ്ടാക്കിയ ഒരു ഫോഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സുരക്ഷാ കവചമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആർക്കും അതിനകത്തേക്ക് പ്രവേശനമില്ല. അതാണ് സംഭവം. അത് നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസ് ഉറപ്പാക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റുണ്ട്. ഇതൊരു നെഗറ്റീവ് റൈറ്റാണ്. നെഗറ്റീവ് എന്ന് കേട്ട് പേടിക്കണ്ട. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മറ്റുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ അവകാശം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു തുണ്ട് ഭൂമിയുണ്ടെന്ന് വയ്ക്കുക. നിങ്ങളുടെ അനുവാദമില്ലാതെ അതിലേക്ക് ആരും കടന്നു വരരുത് എന്ന് നിയമം ഉറപ്പാക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് റൈറ്റ് ഇൻ റെം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഓക്കെ, അപ്പോൾ പുറത്തുനിന്നുള്ള ആരെയും നമ്മൾ നമ്മുടെ വസ്തുവിൽ ഇടപെടാൻ സമ്മതിക്കില്ല. അത് ക്ലിയറായി. ഇനി നമുക്ക് കാര്യത്തിന്റെ അകത്തേക്ക് വരാം. അതായത് ഒരു ഉടമ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആ വസ്തുവിന്മേൽ എന്തൊക്കെ അധികാരങ്ങളുണ്ട്, അതാണ് അടുത്തത്. ലോകം മുഴുവൻ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും മാറി നിൽക്കണം, സമ്മതിച്ചു. പക്ഷേ ആ ഉടമയായ നിങ്ങൾക്ക് ആ സ്വത്ത് വെച്ച് ശരിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റൈറ്റ് ഇൻ റീപ്രോപ്രിയേ. കേൾക്കുമ്പോഴെന്തോ വലിയ സംഭവമായിട്ട് തോന്നാം, പക്ഷെ സിമ്പിളാണ്. ഇത് നിങ്ങളും നിങ്ങളുടെ വസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആ വസ്തു ഉപയോഗിക്കാനുള്ള അവകാശം, അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനമുണ്ടാക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ വേണമെങ്കിൽ അത് വിൽക്കാനുള്ള അവകാശം, ഇതെല്ലാം ചേർന്നതാണ് ഈ സംഭവം. നേരത്തെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് റൈറ്റ് ആണെങ്കിൽ ഇതൊരു പോസിറ്റീവ് റൈറ്റാണ്. കാരണം മറ്റുള്ളവരെ തടയുന്നതിനെക്കുറിച്ചല്ല ഇത് പറയുന്നത്. പകരം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിലാണ് ഫോക്കസ്. നിങ്ങളുടെ കയ്യിലുള്ള വസ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം, അതിൻ്റെ രൂപം മാറ്റാം. എന്തിന്? നിയമം അനുവദിക്കുമെങ്കിൽ അത് നശിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് പോസിറ്റീവ് റൈറ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ക്ലിയറായി കാണും. റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശവും ലോകവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ആർക്കെതിരെ എന്ന ചോദ്യത്തിനാണ് അത് ഉത്തരം തരുന്നത്. പക്ഷേ റൈറ്റ് ഇൻ റെപ്രോപ്രിയ എന്ന് പറഞ്ഞാലോ, അത് നിങ്ങളും നിങ്ങളുടെ സ്വന്തം വസ്തുവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കേ, ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരുടമയുടെ പൂർണ്ണമായ അവകാശങ്ങളെക്കുറിച്ചാണ്. പക്ഷെ ചില സമയങ്ങളിൽ മറ്റൊരാളുടെ വസ്തുവിൽ നമുക്ക് ചില അവകാശങ്ങൾ കിട്ടും. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഇൻ റേ അലിയനെ എന്ന് വിളിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, മറ്റൊരാളുടെ വസ്തുവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേക അവകാശം. ഇത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമയുടെ പൂർണ്ണ അധികാരങ്ങളെ ഒന്ന് ലിമിറ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ വീടോ സ്ഥലമോ ഈടുവെക്കാറില്ലേ? അപ്പോൾ ആ ലോൺ അടച്ചു തീരുന്നതുവരെ ബാങ്കിന് നമ്മുടെ വസ്തുവിന്മേൽ ഒരു അവകാശം കിട്ടുന്നുണ്ട്. ആ അവകാശമാണ് റൈറ്റ് ഇൻ റേ അലിയനെ. വേറൊരു ഉദാഹരണം നോക്കിയാലോ. ഒരാൾക്ക് ഒരു വീടുണ്ടെന്ന് കരുതുക. ആ വീടിന്മേലുള്ള അയാളുടെ പൂർണ്ണ അവകാശമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ റേ പ്രോപ്രിയ. ഇനി അയാൾ ആ വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വാടകക്കാരന് ആ വീട്ടിൽ താമസിക്കാനുള്ളൊരു അവകാശം കിട്ടി. അതാണ് വാടകക്കാരൻ്റെ ഇൻ റേ അലിയേന. ഇപ്പോൾ നോക്കിക്കേ, വാടകക്കാരൻ അവിടെ താമസിക്കുന്നിടത്തോളം കാലം വീടിൻ്റെ ഉടമയ്ക്ക് തോന്നിയ പോലെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. കണ്ടോ, ഉടമയുടെ അവകാശം അവിടെ പരിമിതപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ 3 ആശയങ്ങളില്ലേ, ഇവയെല്ലാം കൂടി ഒന്നിച്ചു ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഉടമസ്ഥതയുടെ ഒരു കംപ്ലീറ്റ് ചിത്രം നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും ഒരു പസിൽ പോലെയാണ്. ഓരോ കഷ്ണം അതിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴാണ് ആ ഫുൾ പിക്ചർ തെളിയുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി ചുരുക്കി പറയാം. റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് ലോകത്തിന് മൊത്തം എതിരെയാണ്. അത് ആര് എന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം റൈറ്റ് ഇൻ റെപ്രോപ്രിയോ, അത് നിങ്ങളുടെയും നിങ്ങളുടെ സ്വന്തം വസ്തുവിൻ്റെയും ഇടയിലാണ്. അത് എന്ത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നു.
സാധാരണഗതിയിൽ ഈ രണ്ട് അവകാശങ്ങളും ചേരുമ്പോഴാണ് യഥാർത്ഥ ഉടമസ്ഥതയുണ്ടാകുന്നത്. പക്ഷേ നമ്മൾ അവസാനം കണ്ട റൈറ്റ് ഇൻ റേ അലിയനെ പോലെ ചില അവകാശങ്ങൾ കടന്നുവരുമ്പോൾ ഈ പൂർണ്ണമായ അധികാരത്തിന് ചെറിയ ചില നിയന്ത്രണങ്ങൾ വരും. അതാണ് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ പലതും സ്വന്തമായി വാങ്ങുന്നില്ല, അല്ലേ? സിനിമ കാണാൻ നെറ്റ്ഫ്ലിക്സ്, പാട്ട് കേൾക്കാൻ സ്പോട്ടിഫൈ, സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സബ്സ്ക്രിപ്ഷൻ, എല്ലാം വാടകയ്ക്കെടുക്കുന്നത് പോലെയാണ്. ഈയൊരു പുതിയ ലോകത്ത് നമ്മളിപ്പോൾ സംസാരിച്ച ഉടമസ്ഥതയെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന നിയമങ്ങൾക്ക് എന്ത് മാറ്റമായിരിക്കും വരാൻ പോകുന്നത്? ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനായി വിട്ടുതരുന്നു.